അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ കലിമാസ് ചാനൽ നിങ്ങൾക്കായിട്ട് സമർപ്പിക്കുന്നത് ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രമാണ്. എന്ന് വെച്ചാൽ അദ്ദേഹം ജനിച്ചത് എങ്ങനെയാണ്? പിതാവില്ലാതെയുള്ള ജനിച്ചത്, മാതാവ് മാത്രമേ അദ്ദേഹത്തിനുള്ളൂ. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും കൂടുതൽ വിസ്മയിപ്പിക്കുന്ന സൃഷ്ടിപ്പാണ് ആദം നബി അലൈഹിസ്സലാമിൻ്റെയും ഹവ്വാ ബീവി ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹായുടെയും. കാരണം ആദം നബി അലൈഹിസ്സലാമിനെ അള്ളാഹു തആല പിതാവും മാതാവും ഇല്ലാതെ സൃഷ്ടിച്ചപ്പോൾ ആദം നബി അലൈഹിസ്സലാമിൻ്റെ ഒരു വാരിയെല്ലിൽ നിന്ന് ഹവ്വാ ബീവിയെയും അള്ളാഹു സൃഷ്ടിച്ചു. അപ്പോൾ അത്ഭുതമല്ലേ, വലിയ അത്ഭുതമല്ലേ? അപ്പോൾ പ്രസവിച്ചിട്ട് ജനിക്കാത്ത രണ്ടാളുകൾ, ഒന്ന് ഹവ്വാ ബീവിയും ഒന്ന് ആദം നബിയും. എന്നാൽ സ്വർഗത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ഒരാൾ, അതാരാ? ആദം നബി. അതും ഭൂമിയിൽ വന്നിട്ട് ഭൂമിയിൽ നിന്ന് ഉണ്ടായ, പ്രസവിക്കാതെ തന്നെ ഉണ്ടായ ഒരു സ്ത്രീ, അതാരാ? ഹവ്വാ ബീവി. പക്ഷെ ഇവർക്ക് രണ്ടുപേർക്കും ആരില്ല? മാതാവും പിതാവുമില്ല രണ്ടുപേർക്കും. പിന്നെ ആരാ ഉള്ളത്? ഭൂമിയിലെ ജീവിതത്തിൽ ആരാണ് നമുക്കൊക്കെ ഉള്ളത്? ഭാര്യയും ഭർത്താവും ഉള്ളത്, അല്ലേ? എല്ലാവരും ഒരു ഭാര്യയും ഭർത്താവുമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, എല്ലാവരും ഒരു ഭാര്യയും ഭർത്താവുമാണ്. ആദം നബിയുടെ ആ കാലഘട്ടത്തിൽ നിന്ന് പോന്നിട്ട് പിന്നെ എല്ലാവരും ഭാര്യയും ഭർത്താവുമായി. പിന്നെ ഉമ്മ എന്ന് വിളിക്കുന്ന സന്താനങ്ങളാണ്, പിന്നെ അവരും ഭാര്യയും ഭർത്താവുമായി. ഈ ഉമ്മയും ബാപ്പയും മരിച്ചുപോയി, പിന്നെയും ഭാര്യയും ഭർത്താവുമായി. ഇതിങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഭൂമി ലോകത്ത്. അപ്പോൾ ഈസാ നബി അലൈഹിസ്സലാം ആണെങ്കിലോ പിതാവില്ലാതെ ജനിച്ചു. മറിയം ബീവി ആണെങ്കിലോ ഭർത്താവില്ലാത്ത സ്ത്രീ. അപ്പോൾ ഭർത്താവില്ലാത്ത ഒരു സ്ത്രീ ലോകത്ത്, പിന്നെ പിതാവും മാതാവും ഇല്ലാത്ത രണ്ടാളുകൾ, ഒരു സ്ത്രീയും ഒരു പുരുഷനും. പിന്നെ പിതാവില്ലാത്ത ഒരു പുരുഷൻ, അതാരാണ്? ഈസാ നബി അലൈഹിസ്സലാം. ഈസാ നബി അലൈഹിസ്സലാമിനക്ക് ഭാര്യയില്ല, പക്ഷേ അദ്ദേഹം ഭൂമി ലോകത്ത് വന്നിട്ട് വിവാഹം കഴിക്കും. അങ്ങനെയാണ്. അപ്പോൾ ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ മാതാവാണ് മറിയം ബീവി. ഈ മറിയം ബീവിയുടെ മാതാവാണ് ആര്? ഹന്നയുടെ ഭർത്താവാണ് ഇമ്രാൻ. ഈ ഇമ്രാനും ഹന്നയും സന്തോഷകരമായ ജീവിതമായിരുന്നു. വാർദ്ധക്യകാലമായിട്ടും ഒരു സന്താനത്തെയും അവർക്ക് ലഭിച്ചില്ല. അങ്ങനെ ഒരു ദിവസം ഇമ്രാൻ വീട്ടിലേക്ക് കയറി വരുമ്പോൾ അകത്തു നിന്നും ഹന്നയുടെ തേങ്ങൽ കേൾക്കുന്നുണ്ട്. ഒരു തേങ്ങൽ, പിന്നെ എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. ഉടനെ അകത്തേക്ക് വന്ന് നോക്കിയപ്പോൾ ഹന്ന ഭയങ്കര പ്രാർത്ഥനയിലാണ്. മാത്രമല്ല കണ്ണുനീരിങ്ങനെ ധാരയായി ഒലിച്ചു കൊണ്ടിരിക്കുന്നു. എന്താ സംഭവമെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഇമ്രാൻ അടുത്ത് ചെന്ന് വിളിക്കാൻ നോക്കിയെങ്കിലും ഇമ്രാന് തോന്നി, ഞാൻ വന്നതുപോലും അറിയാത്ത ഹന്നയെ എന്തിനാണ് ഈ പ്രാർത്ഥനയിൽ നിന്ന് ഞാൻ ഉണർത്തുന്നത്? ആ പ്രാർത്ഥന ദൈവത്തിനേറ്റ് അടുത്തിരിക്കുകയാണ്, അതുകൊണ്ട് ആ പ്രാർത്ഥന നടക്കട്ടെ. ഹന്നാൻ അവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥന സ്വീകരിക്കണമേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. നമ്മളൊക്കെ ആമീൻ പറയില്ലേ? അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ഹന്നയുടെ പ്രാർത്ഥന കഴിഞ്ഞു. ഇമ്രാൻ ചോദിച്ചു, ഹന്നെ, ഞാനും നീയുമായിട്ട് ജീവിതം തുടങ്ങിയിട്ട് കുറേ കാലമായി. ഇതുവരേക്കും നീ ഇന്ന് കരഞ്ഞതുപോലത്തെ ഒരു കരച്ചിൽ ഞാൻ കേട്ടിട്ടില്ല. അത്രക്ക് വല്ലാത്തൊരു തേങ്ങലാണ് നീ തേങ്ങിയിരുന്നത്. നിൻ്റെ ഹൃദയം മുഴുവനും പിടക്കുകയാണെന്ന് തോന്നി എനിക്ക്. നിൻ്റെ കണ്ണ് നിറഞ്ഞി എന്ന് മാത്രമല്ല, നിൻ്റെ വസ്ത്രങ്ങളൊക്കെ കണ്ണുനീരിൽ കുളിർത്തിരുന്നു. എന്താണ് ഇത്രയും വലിയ വേദന? സന്താനങ്ങളില്ലാത്തതാണെങ്കിൽ നമ്മൾ എത്ര കാലമായി ഇത് സഹിച്ചു പോകുന്നു. നമ്മളെപ്പോലത്തെ എത്ര ആളുകൾ സന്താനങ്ങളില്ലാത്തവരുണ്ട്. പക്ഷേ ഹന്ന പറഞ്ഞു, പ്രിയരെ, അങ്ങനെയൊക്കെയാണെങ്കിലും ചില സന്ദർഭങ്ങൾ നമ്മളെ കരയിപ്പിച്ച് കളയും. അതെന്താ നിന്നെ ഇന്ന് കരയിപ്പിച്ചത്? ഇമ്രാൻ ചോദിച്ചു, എന്താണ് നിന്നെ ഇന്ന് കരയിപ്പിച്ച കാര്യം? ഹന്ന പറഞ്ഞു, ഞാൻ ഒരു മരം കണ്ടു. ആ മരത്തിൽ ഒരു കിളിയുടെ കൂട് കണ്ടു. ആ കൂട്ടിൽ കുറേ കിളിക്കുട്ടികളുണ്ട്. അവയ്ക്ക് അതിൻ്റെ തള്ളക്കിളി ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കുന്നു. ഇങ്ങനെ കൊക്കിലിങ്ങനെ ഓരോ കിളിക്കും ഇങ്ങനെ കൊടുക്കുന്നു. അത് കണ്ട് എൻ്റെ ഹൃദയം പൊട്ടിപ്പോയി.
അപ്പോൾ തുടങ്ങിയ വേദനയാണ് ഇപ്പോൾ പെയ്തു തീർന്നത്, കണ്ണീരായി പെയ്തു തീർന്നത്. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു എന്ന് മാത്രമല്ല, എൻ്റെ റബ്ബിലേക്ക് ഞാൻ ഒരു നേർച്ചയും ചെയ്തിട്ടുണ്ട്. അതെന്താ? എനിക്കൊരു കുഞ്ഞ് ജനിക്കുകയാണെങ്കിൽ അല്ലാഹ് അവനെ ഞാൻ ബൈത്തുൽ മുഖദ്ദസിലേക്ക് സേവകനായിട്ട് നിയോഗിക്കാം എന്ന് അള്ളാഹുവിനോട് ഞാൻ വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ഇമ്രാൻ പറഞ്ഞു, അൽഹംദുലില്ലാഹ്, അള്ളാഹു സ്വീകരിക്കട്ടെ നിൻ്റെ പ്രാർത്ഥന. അങ്ങനെ അള്ളാഹു ആ പ്രാർത്ഥന സ്വീകരിച്ചു എന്ന് മാത്രമല്ല, ഹന്ന ഗർഭിണിയാവുകയും ചെയ്തു. ഹന്ന മാത്രമല്ല ആ വീട്ടിൽ താമസിക്കുന്നത്, ഹന്നയുടെ സഹോദരിയുമുണ്ട്, ഇഷ എന്ന് പറയുന്ന സഹോദരിയുണ്ട്. ഇഷയുടെ ഭർത്താവ് സക്കരിയ നബി അലൈഹി സ്വലാമാണ്. അദ്ദേഹം രണ്ടുപേരും എപ്പോഴും ബൈത്തുൽ മുഖദ്ദസിലാണ് ഉണ്ടാവുക. എപ്പോഴും ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് വന്ന സമയത്താണ് ഈ പ്രാർത്ഥനാ രംഗം കണ്ടത്. ഏതായാലും ഹന്ന അള്ളാഹുവിനോട് പറഞ്ഞു, റബ്ബേ, എനിക്കൊരു സന്താനമുണ്ടാവുകയാണെങ്കിൽ അതിനെ ഞാൻ ബൈത്തുൽ മുഖദ്ദസിലേക്ക് സേവകനാക്കാം. അങ്ങനെ ഹന്ന ഗർഭിണിയായി. ഇനി എന്താണ് സംഭവിക്കുക? ഈ ഗർഭിണിയായി ജനിക്കുന്ന കുട്ടി ഒരു ആൺകുട്ടിയായാലേ ഈ പള്ളിയിലേക്ക് സേവകനായിട്ട് പറ്റുള്ളല്ലോ. പെൺകുട്ടിയായാൽ അതിനൊരു പരിമിതികളൊക്കെ ഉണ്ടാവുമല്ലോ. ഇൻഷാ അല്ലാഹ് നമുക്ക് കഥ കേൾക്കാം. പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ കഥ നമുക്ക് സമ്പൂർണ്ണമായിട്ട് അതിൻ്റെ ശരാശരിയോടുകൂടി നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നു. കലിമാസ് ചാനൽ അടുത്ത എപ്പിസോഡ് ബാക്കി തുടരുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.